പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ അടുത്തൊരു സ്പിരിച്വൽ ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിന്തയാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ ഇന്ന് വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ഉള്ളിൽ തൊട്ടതായ ഒരു ഭാഗവും അതിനകത്ത് നിന്നുള്ളൊരു ചിന്ത ജനത്തോട് സംസാരിക്കണം എന്നുള്ളൊരു ഇൻസ്പിറേഷനുമാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്താനുള്ള കാരണം. തീർച്ചയായും ഇത് എന്റെ മാത്രമല്ല, നിങ്ങളുടെയും കൂടെ ക്ഷേമം കണക്കിലെടുത്തുകൊണ്ട് ദൈവം തന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായ ഈ സന്ദേശം വെറുതെ അല്ല, വെറും ഒരു പഠനത്തിനല്ല, വെറുതെ ഒരു അറിവിനല്ല, പകരം നിങ്ങളുടെ ആത്മീയ മാനസിക നിലവാരത്തിന് വലിയ അളവിലുള്ള ഒരു ഉയർച്ച നൽകിക്കൊണ്ട് നിങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നോക്കൂ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ വ്യക്തി സ്നാനമേറ്റ് കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ ആത്മാവ് പുതിയ സൃഷ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിനെ പിന്നെ മരണത്തോളം മറ്റൊന്നും ബാധിക്കുകയില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. ആ വ്യക്തിയുടെ ആത്മാവ് കംപ്ലീറ്റ് ആയിട്ട് സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ആ വ്യക്തിയുടെ ആത്മാവ് രക്ഷപ്പെട്ടിരിക്കുന്നു, ആ വ്യക്തിയുടെ ആത്മാവ് പുതിയ സൃഷ്ടിയാണ്, വ്യക്തി തന്നെ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഇതിനെ എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു വാക്യമാണ് 30-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദിന്റെ ഒരു ധ്യാനത്തിൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒന്നും കൂടെ പരിശോധിപ്പിക്കുന്ന ഒരു ചിന്ത. അതിങ്ങനെയാണ്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു വ്യക്തിയുടെ ആത്മാവിൽ കപടമില്ലാതിരിക്കുക, അത് ഭയങ്കര വല്ലാത്തൊരു ചിന്തയും നമ്മളെ ഒരു 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 സ്ട്രൈക്ക് നൽകുന്ന ഒരു ചിന്തയാണ്. ആത്മാവിൽ കപടം. ഒരു വ്യക്തിയുടെ ആത്മാവ് കാപഠ്യം നിറഞ്ഞതായിരിക്കുമോ? ഒരു വ്യക്തിയുടെ ആത്മാവിൽ കപടം ഇരച്ചു കയറുമോ? ഒരു വ്യക്തിയുടെ മനസ്സ്, ഒരു വ്യക്തിയുടെ പ്രാണൻ, ഒരു വ്യക്തിയുടെ ഉള്ള്, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. പക്ഷെ ആത്മാവിനെ ഒരിക്കലും നമ്മൾ കപടമുള്ള ആത്മാവ് എന്ന് നമ്മൾ പറയാറില്ല. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ ഒരു വ്യക്തിയെ നമ്മൾ അവന്റെ ആത്മാവിൽ പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറയാറില്ല. അവന്റെ മനസ്സിൽ പ്രശ്നമുണ്ടെന്ന് പറയാറുണ്ട്, അവന്റെ സോൾ വിടുവിക്കപ്പെട്ടിട്ടില്ലെന്ന് പറയാറുണ്ട്, അവനൊരു വിടുതലിന്റെ ആവശ്യമുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ആത്മാവിൽ കപടമില്ലാതിരിക്കുക. ഇവിടെ ദാവീദ് 2 കാര്യങ്ങൾ തന്റെ ധ്യാനത്തിലൂടെ ദൈവമക്കൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, 1, ആത്മാവിൽ കപടമില്ലാത്തവൻ ഭാഗ്യവാനാണ്. 1. 2, ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുക. ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ എനിക്ക് ദൈവ മക്കളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള ഒരു ചിന്ത കർത്താവിന്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭാഗ്യവാനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതത്തിലേക്ക് വരാനുള്ള നന്മകൾ, ഭാഗ്യം തടയപ്പെടരുത് എന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു ഉയർച്ച, വളർച്ച, അഭിവൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, 1-ാമത്തെ കാര്യം ആത്മാവിൽ കപടമില്ല എന്ന് ഉറപ്പുവരുത്തുക. അത് ഞാൻ എന്താണെന്ന് ലളിതമായ ഭാഷയിൽ 5 മിനിറ്റ് കൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ കാര്യം, ആത്മാവിൽ കപടമില്ലാതെ ഇരുന്നാൽ നമ്മുടെ ഭാഗ്യത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യത്തിൽ കർത്താവ് നഥനയേൽ വരുന്നത് കാണുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു വാക്യം ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല. എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് ഞാനും നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് യേശു കാണുമ്പോൾ വാസ്തവമായി ദൈവത്തിന് ഇന്നു മുതൽ പറയാൻ കഴിയണം, ഇതാ കപടമില്ലാത്ത ഒരുത്തൻ എന്റെ അടുത്തേക്ക് വരുന്നു. സാക്ഷാൽ വിശ്വാസി, സാക്ഷാൽ ദൈവഭക്തൻ, സാക്ഷാൽ അഭിഷിക്തൻ എന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ
ആഹ്വാനം തരികയാണ്. ഒന്നായി തീരണം. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഈ വചനം വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്നും കൂടെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്തു. നമ്മൾ വായിച്ചു വിട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ. പക്ഷെ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല ഈ വാക്യങ്ങൾക്ക് എന്നുള്ളതാണ് പരമമായ സത്യം. എന്നാൽ ഇന്ന് ഞാൻ അടക്കമുള്ളവർ ഈ വചനത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചാൽ കർത്താവിന് പുതിയൊരു വെസലായി പണിയാൻ, നന്മകളും ഭാഗ്യവും അഭിവൃദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചൊരിയുവാൻ ദൈവത്തിന് നിയമപരമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല. കർത്താവ് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ റിലീസ് ചെയ്യാൻ പോകുവാണ്. നോക്കിയാട്ടെ, നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. എന്നെ കേട്ട മാന്യ സുഹൃത്തെ, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആ ഉള്ളിൽ കപടമില്ലാതെയും ഇരുചിന്തയില്ലാതെയും ഇരുമനസ്സില്ലാതെയും സ്ഥിരതയില്ലാത്ത ഒരു ജീവിതമല്ലാതെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നിടത്തോളം കാലം അത്തിയുടെ കീഴിൽ എന്ന പോലെ ഒറ്റപ്പെട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നാൽ പോലും നിങ്ങളെ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും അടുക്കൽ വിളിക്കുകയും ചെയ്യുന്ന ഒരു യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഇന്നും നിങ്ങളെ അറിയുന്നു. അതിന്റെ തെളിവാണ് ഈ വചനം നിങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിച്ചു തന്നത്. ഹൃദയത്തിൽ കപടമില്ലാത്തവന്റെ അരികിൽ ദൈവത്തെ വിളിക്കുമ്പോൾ മാത്രമല്ല ദൈവം വരുന്നത്. ഹൃദയത്തിൽ കപടമില്ലാത്ത, ആത്മാവിൽ കപടമില്ലാത്ത, ഉള്ളിൽ ചതി, വഞ്ചന, അസൂയ ഇതൊന്നും വെക്കാതെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വരാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. ഇത് വളരെ സത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഉള്ളിൽ ഇരുചിന്തയില്ലാത്ത, ഇരുമനസ്സില്ലാത്ത, സ്ഥിരത കുറവുള്ളതല്ലാത്ത, മനസാക്ഷിയും ആത്മാവും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ അരികിൽ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ എന്ന് വിളിക്കുമ്പോൾ മാത്രമല്ല ദൈവം വരുന്നേ, അവനെ ചുറ്റിപ്പറ്റി എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കും. യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നു മുതൽ ദൈവം സ്നേഹിക്കുന്ന സാക്ഷാലായുള്ളവൻ നിങ്ങൾ എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തി എടുക്കട്ടെ, നമ്മെ രൂപാന്തരപ്പെടുത്തി എടുക്കട്ടെ. ഇനി എന്താണ് കപടം? അത് നമ്മൾ അറിയണം. കപടം എന്ന് പറയുന്നത് എന്താണ്? ബൈബിൾ കപടം എന്ന് അർത്ഥമാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒന്ന് ഇരട്ട മനസ്സ്, രണ്ട് മനസ്സ്, ഇരുമനസ്സ്. ഒന്നിലും സ്ഥിരതയില്ല, ഒരു വാക്കിലും വ്യവസ്ഥയില്ല. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ചെയ്യത്തില്ല, ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്യത്തില്ല. ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല, വരാമെന്ന് പറഞ്ഞാൽ വരത്തില്ല, ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല, പോകാമെന്ന് പറഞ്ഞാൽ ഇരുമനസ്സ്, എപ്പോഴും ഇരുമനസ്സ്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല, ഉപവസിക്കാന്ന് പറഞ്ഞാൽ ഉപവസിക്കത്തില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇരട്ട മനസ്സ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒന്ന്, നമ്മുടെ ഭാഗ്യം തടയപ്പെടും, നമ്മുടെ നന്മ തടയപ്പെടും, നമ്മുടെ അനുഗ്രഹങ്ങൾ തടയപ്പെടും. രണ്ട്, നമ്മൾ കപട ഹൃദയം എന്നൊരു ലിസ്റ്റിലേക്ക് ബൈബിൾ നമ്മളെ മാറ്റുന്നു. രണ്ടാമത്തെ കാര്യം, പുറത്ത് ഭക്തി പക്ഷേ ഉള്ളിൽ മറ്റൊന്നാണ്. പുറത്ത് സ്നേഹമാണ് പക്ഷെ അകത്ത് കയ്പാണ്. പുറത്ത് ക്ഷമിക്കുന്ന രൂപമാണ് പക്ഷെ അകത്ത് ഒട്ടും തന്നെ ക്ഷമ എന്തെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയുടെ മനോഭാവമാണ്. അങ്ങനെ പുറത്ത് ഭക്തി ചമഞ്ഞുകൊണ്ട് അകത്ത് വേറൊരു വേഷം വെച്ചേക്കുന്ന വ്യക്തി കപട മനസ്സുള്ളവനാണ്. ദൈവത്തിന്റെ മുമ്പിൽ പോലും സത്യസന്ധതയില്ലായ്മ, ദൈവം തമ്പുരാന്റെ മുമ്പിൽ പോലും, ഇപ്പൊ നമുക്ക് മനുഷ്യരുടെ മുമ്പിലൊന്നും ഒരുപക്ഷെ നമുക്ക് നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, സാധിക്കണമെന്നില്ല. ശാസ്ത്രമായി നമ്മൾ ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവേ നിനക്ക് എന്നെ അറിയാലോ, എന്റെ മനസ്സിതായിരുന്നെന്നും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെന്നും ഒക്കെ നിനക്കറിയാലോ എന്ന് പറയാൻ ഒരു പ്രാഗൽഭ്യമില്ലാത്ത അവസ്ഥ. മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു പ്രാഗൽഭ്യമില്ലാത്ത അവസ്ഥയാണ് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പോലും പറയാൻ പോലും പ്രാഗൽഭ്യമില്ലാത്തൊരവസ്ഥയാണ് ദൈവത്തിന്റെ മുമ്പിൽ പോലും സത്യസന്ധതയില്ലാത്ത ഒരു നില എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ, മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന പാപം പക്ഷെ പുറത്ത് പരിശുദ്ധനെ പോലെ ജീവിക്കുക. നമ്മുടെ അകത്ത് ക്ഷമിക്കാത്ത ചില കാര്യങ്ങളും
നമ്മൾ ദൈവസന്നിധിയിലോ മനുഷ്യരുടെ മുമ്പിലോ പോലും തുറന്നു പറയാത്തതായ, മനുഷ്യരുടെ മുമ്പിൽ തുറന്നു പറയണമെന്നില്ല എല്ലാ കാര്യങ്ങളും, എന്നാൽ തുറന്നു പറയാത്തതായ പാപം ദൈവത്തിന്റെ മുമ്പിൽ പോലും നമ്മുടെ ഹൃദയത്തിന്റെ ഏതോ ഒരു അറയ്ക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്നതായ ചില പാപങ്ങൾ, ചില ചിന്തകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ഇതൊക്കെ ആത്മാവിൽ കപടം എന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമുക്ക് അറിയത്തില്ല, പക്ഷെ ആ ഒരു സ്റ്റേജിലാണ് ഇത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്ത, അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മാവിൽ ഇങ്ങനെയുള്ള കപടങ്ങളൊക്കെ വരുമോ, അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കപടം വരുമോ? മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ സ്നാനം സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ ആത്മാവ് ആ പൊസിഷനിലാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ജീവപുസ്തകത്തിൽ പേരെഴുതിയ ഒരു വ്യക്തി, ആത്മാവ് ആ ഒരു പൊസിഷനിൽ എത്തുന്നുണ്ട്. പക്ഷേ ആ സ്പിരിറ്റിന്റെ കണ്ടീഷനാണ് ഈ ഒരു അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ വ്യക്തിയുടെ സ്പിരിറ്റിന് ആ പൊസിഷൻ ഉണ്ട്, പക്ഷേ അവന്റെ കണ്ടീഷൻ ഇതാണ്. ഇപ്പോ ഒരു വ്യക്തി ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അത് ആ വ്യക്തിയുടെ പൊസിഷനാണ്. ആ ഒരു വ്യക്തി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, ആ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ചുമതലയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ആ വ്യക്തി തന്നെ ഒരു കള്ളനായി മാറിയാലും അത് ആ വ്യക്തിയുടെ കണ്ടീഷനാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അത് ആ വ്യക്തിയുടെ കണ്ടീഷനാണ്. ആ വ്യക്തിയുടെ ഒരു കണ്ടീഷൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആ പൊസിഷനിൽ ഇല്ല എന്നർത്ഥമില്ല. ആ വ്യക്തി ആ പൊസിഷനിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്, പക്ഷെ ആ വ്യക്തിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയാണ്. അതുപോലെയാണ് നമ്മുടെ സ്പിരിറ്റിന്റെ കാര്യവും, നമ്മുടെ ആത്മാവിന്റെ കാര്യവും, നമ്മുടെ മനസ്സിന്റെ കാര്യവും. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ വചനം കേൾക്കുന്നു, നമ്മൾ ചർച്ചയിൽ പോകുന്നു, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നു, അന്യഭാഷകളിൽ ആരാധിക്കുന്നു, ചില വരങ്ങളൊക്കെ നമ്മളിൽ ഉണ്ട് എങ്കിലും നമ്മുടെ പൊസിഷൻ അതായിരിക്കാം. പക്ഷെ കണ്ടീഷനാണ് നിന്റെ വില നിശ്ചയിക്കുന്നത്. കണ്ടീഷനാണ് നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഒരു വ്യക്തി പുതുതായി ജനിക്കുന്ന സമയത്ത് ആ വ്യക്തി പുതുതായി ജനിക്കും, ദൈവത്തോട് ബന്ധപ്പെടും, നീതീകരിക്കപ്പെടും, ആത്മാവിന്റെ സ്ഥാനം എല്ലാം ഉയർച്ചയിലായിരിക്കും. എന്നാൽ നമ്മുടെ കണ്ടീഷനാണ് നമ്മളെ ഏതിൽ തുടരുന്നു. നമ്മുടെ മനസ്സ്, വികാരങ്ങൾ, ശരീരാഭിലാഷം, ഇതെല്ലാമാണ് നമ്മുടെ മനസ്സ്, വികാരം, ശരീരാഭിലാഷങ്ങൾ. ഇതിനെയൊക്കെ നമുക്ക് ആത്മാവ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു ജയാളിയാകുന്ന, ഒരു ഭാഗ്യശാലിയായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായത്തിൽ അനന്യാസും സഫീറയും ഒന്ന് നിങ്ങൾ നോക്കുക. അവർ ആദിമസഭയിൽ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ പരിശുദ്ധാത്മാവുണ്ട്, പത്രോസ് എന്ന് പറയുന്ന ഒരു അപ്പോസ്തലന്റെ കീഴിൽ ശുശ്രൂഷ അനുഭവിച്ച് നിൽക്കുന്നവരാണ്. സഭയുടെ പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണുകൾ പോലെ നിൽക്കുന്നവരാണ് അനന്യാസും സഫീറയും, ഭാര്യയും ഭർത്താവും. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടന്ന ഒരു ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന ഒരു ഭാവം അവരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിലം വിറ്റിട്ട് അന്നേ വരെ ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് അവരിലേക്ക് വരുന്നതിന് മുന്നേ വരെ ലഭിച്ചതിൽ കൃത്യമായി സഭയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളിലും ഡെഡിക്കേറ്റഡ് ആയി ഇരുന്നവർ, കയ്യിൽ അധിക ധനം വന്ന സമയം അവർ സഭയിൽ കള്ളം കാണിച്ചു. നോ, പത്രോസ് പറയും, നിങ്ങൾ സഭയിലല്ല കള്ളം കാണിച്ചത്, എന്നെയും അല്ല പറ്റിച്ചത്, ഇരിക്കുന്ന ജനത്തെയും അല്ല പറ്റിച്ചത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം കാണിച്ചത്. നോക്കൂ, നമ്മുടെ അകത്തുള്ള ആ ഒരു ദ്രവ്യാഗ്രഹം, തിരുവഴുത്തിൽ പറയുന്നത് പോലെ, തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു എന്ന് പറയുന്നത് പോലെ, അനന്യാസും സഫീറയും സഭയോട് ചേർന്ന് നിന്നപ്പോ ആ ഒരു ഉണർവിന്റെ അനുഭവത്തിൽ അവർ നിന്നപ്പോൾ, പരിശുദ്ധാത്മാവിനെ അവർ അറിയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നപ്പോൾ, അവർ സഭയുടെ തന്നെ ആളായി നിന്നപ്പോൾ പോലും അവരുടെ അകത്ത് മറയ്ക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടായിരുന്നു. അതാണ് ആത്മാവിൽ കപടം എന്ന് പറയുന്നത്. അവർ ആത്മാവിൽ സത്യമുള്ളവരായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ അവർ വിലവെച്ചേ. പരിശുദ്ധാത്മാവിന്റെ മുമ്പിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് അവർക്ക് ബോധം വന്നേനെ. പക്ഷെ അവർക്ക് ആ ബോധമില്ലായിരുന്നു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? അവർക്ക് വീട് പ്രാണൻ വിടേണ്ടതായിട്ട് വന്നു. സഭയിൽ കൊണ്ടുവന്നതിൽ അവർ വ്യാജം കാണിച്ചു. ദൈവസഭയിൽ കൊണ്ടുവന്നതിൽ വ്യാജം കാണിച്ചു. ദൈവനാമത്തിന്റെ മുമ്പിൽ അവർ സമർപ്പിച്ചത് സത്യം എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അവർ ചെയ്തു. അതുകൊണ്ടാണ് പത്രോസ് കൊണ്ടുവന്നത് കുറഞ്ഞു പോയത് കൊണ്ടല്ല, പക്ഷെ അവർ ചെയ്തതിനകത്തുള്ള അനീതിയാണ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി. ദൈവമക്കളെ, നമ്മുടെ ദൈവകൃപയിൽ നിൽക്കുന്ന സമയം നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനകത്തും ഒരു വിശ്വസ്തത ഉണ്ടാകണം.
എല്ലാ വാക്കിനകത്തും വിശ്വസ്തതയുണ്ടാകണം, എല്ലാ പ്രവൃത്തിയിലും വിശ്വസ്തതയുണ്ടാകണം, എല്ലാ ഭാവത്തിലും നടപ്പിലും വിശ്വസ്തതയുണ്ടാകണം, എല്ലാ കാര്യങ്ങൾക്കകത്തും നമുക്ക് വിശ്വസ്തതയുണ്ടാകണം. കാരണം ഇതൊരു മനുഷ്യനെയോ ഇതൊരു അപ്പോസ്തലനെയോ തെളിയിക്കേണ്ട ഒരു ജീവിതമല്ല, ഇത് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് തെളിയിക്കേണ്ട ജീവിതമാണ്. ഒറ്റ ജന്മവും ഒറ്റ ജീവിതവുമേ നമുക്കുള്ളൂ. പല ജന്മമോ പല ജീവിതമോ നമുക്കില്ല. ആകെ ഈ ഒരു ഒറ്റ ജന്മം ഒറ്റ ജീവിതത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് എന്നെ പ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എത്ര പേർ പറയും എനിക്ക് എന്നെ ദൈവത്തിന്റെ മുമ്പിൽ തെളിയിക്കണം? ഒന്ന് ടൈപ്പ് ചെയ്ത്, എനിക്ക് എന്നെ ദൈവത്തിന്റെ മുമ്പിൽ തെളിയിക്കണം. മനുഷ്യന്റെ മുമ്പിലല്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും നമ്മെ തെളിയിക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ ഇരുമനസ്സും എല്ലാ കയ്പും വ്യാജഭാവവും സകല വിധത്തിലുള്ള ദ്രവ്യ ആഗ്രഹങ്ങളും നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ദൈവത്തിന്റെ മുമ്പിൽ ആത്മാവിൽ കപടമില്ലാതെ ഭാഗ്യശാലിയായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഇന്നു മുതൽ ഒരു പ്രത്യേക കൃപ എല്ലാ ദൈവമക്കൾക്കും നൽകട്ടെ. ഞാൻ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബി വിത്ത് യു.